ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൂവി എക്സ്പ്ലെയിനർ. നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് നൈറ്റ് ഹാസ് കം എന്ന സീരീസിന്റെ 8ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പത്തെ എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്നാൽ പിന്നെ നമുക്ക് കഥയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ ആ രണ്ട് റൗഡി പയ്യന്മാരാണെങ്കിൽ ബോയ് ഫ്രണ്ടിനെ അവിടെ അടിച്ച് ഊപ്പാട് വരുത്തി ഇട്ടേക്കാണ് കേട്ടോ. അവൻ പാതി ജീവനിൽ കിടക്കാണ്, എന്നാൽ അവന്മാരെ അവനെയും കളഞ്ഞിട്ട് പോവുകയാണ്. ഇതേ നേരം ഈ പയ്യൻ മരിക്കണതിന് മുമ്പ് കുറെ കാര്യങ്ങൾ മനസ്സിലോട്ട് ആലോചിക്കുകയാണ്. അതായത് ഈ ഗെയിമിൽ ഡോക്ടർ വേറെ ആരുമല്ല, ഈ പയ്യനായിരുന്നു, അതായത് ബോയ് ഫ്രണ്ട്. ഈ ഗെയിം തുടങ്ങുന്നതിന്റെ ആദ്യത്തെ ദിവസം ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഒരുമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഗേൾ ഫ്രണ്ടിന്റെ ഫോണിലോട്ടും ബോയ് ഫ്രണ്ടിന്റെ ഫോണിലോട്ടും മെസ്സേജ് വന്നായിരുന്നു, ആരൊക്കെയാണ് ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ സിവിലിയൻ ആണ്, എന്നാൽ ഈ പയ്യനാണെങ്കിൽ ഡോക്ടറാണ്. പക്ഷെ ഗേൾ ഫ്രണ്ടിന്റെ അടുത്ത് ഇവൻ ഡോക്ടറാണെന്നല്ല പറഞ്ഞത്, സിവിലിയൻ ആണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഗേൾ ഫ്രണ്ടിന് അറിയത്തില്ലായിരുന്നു ഇവൻ ഡോക്ടറാണെന്ന്. ഇതിനുശേഷം ബാക്കിയുള്ള ആൾക്കാർ ആ ദിവസം തന്നെ, ഇവർ വന്ന ആ ദിവസം തന്നെ കാണിക്കുകയാണ്, കുറെ കുട്ടികൾ ആ ലൈൻ ക്രോസ് ചെയ്ത് പോകാൻ നോക്കിയില്ലായിരുന്നു, എന്നാലും നടന്നില്ല, കുറെ ആൾക്കാരൊക്കെ മരിച്ചുപോയി. അപ്പൊ ആ പാനിക്കിൽ എവനെ തന്നെ രക്ഷിക്കാനായിട്ട് ഡോക്ടറിന്റെ എബിലിറ്റി ഉപയോഗിക്കുകയാണ്. അതായത് ഇവന്റെ ദേഹത്ത് തന്നെ അവൻ ഫോൺ എടുത്തിട്ട് ഇവനെ തന്നെ വോട്ട് ചെയ്തിട്ട് ഡോക്ടറിന്റെ എബിലിറ്റി ഉപയോഗിക്കുകയാണ്. ഇതിനുശേഷം ഫ്ലാഷ് ബാക്കിൽ തന്നെ ഒരു കാര്യം കാണിക്കുകയാണ്. അതായത് ഗേൾ ഫ്രണ്ട് മരിച്ചുപോയ സമയത്ത് ഈ ബോയ് ഫ്രണ്ട് അവളെ രക്ഷിക്കാൻ നോക്കിയായിരുന്നു വോട്ട് ചെയ്തിട്ട്. എന്നാന്ന് വെച്ചാൽ ഈ ബോയ് ഫ്രണ്ട് ഡോക്ടർ ആയതുകൊണ്ട് തന്നെ മരിച്ച ആളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അങ്ങനെ നോക്കിയ സമയത്ത് അവൻ എബിലിറ്റി ഉപയോഗിച്ചു കേട്ടോ. 48 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി അടുത്ത എബിലിറ്റി ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഗേൾ ഫ്രണ്ടിനെ രക്ഷിക്കാൻ അവന് പറ്റിയില്ല കേട്ടോ. അതുമാത്രമല്ല, അന്ന് രാത്രി ഉണ്ടല്ലോ, പ്രസിഡന്റ് മരിക്കുന്നതിന്റെ അന്ന് രാത്രി പ്രസിഡന്റും ഹീറോയിനും അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ഇവൻ കേട്ടിട്ടുണ്ടായിരുന്നു. അവര് നല്ല വിഷമപ്പെട്ടിട്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്നത്. അത് കേട്ട സമയത്ത് ഇവന് നല്ല വിഷമം തോന്നിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പ്രസിഡന്റിനെ മരിച്ചതിന് ശേഷം ജീവനോടെ തിരിച്ചു കൊണ്ടുവന്നത് ഈ പയ്യനാണ്, അതായത് ബോയ് ഫ്രണ്ട് ആണ്. ഇവൻ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഇവനത് പറ്റും. ഫോൺ ഉപയോഗിച്ചിട്ട് വോട്ട് ചെയ്യുന്ന സമയത്താണ് അങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത്. ഈ ഫ്ലാഷ് ബാക്ക് ഒക്കെ നമ്മളൊന്ന് കാണിക്കുകയാണ്. ആ പയ്യൻ മരിക്കണതിന് മുമ്പ് അവന്റെ മനസ്സിൽ കൂടെ ഒന്ന് ചുമ്മാ പോയ ഒരു ഓർമ്മകൾ മാത്രമാണ്. അതായത് മരിക്കണതിന് മുമ്പ് കുറെ ആൾക്കാരുടെ മനസ്സിലോട്ട് കുറെ കാര്യങ്ങൾ വരും, ഇതുവരെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും. അതുപോലെ അവന്റെ മൈൻഡിലോട്ട് വന്ന കുറെ കാര്യങ്ങളാണ്. ഇതിനുശേഷം പ്രസിഡന്റിനെയും ഹീറോയിനെയും കാണിക്കുകയാണ്. അവരാണെങ്കിൽ ഒരു ഫോട്ടോ ആൽബം തപ്പി ഇറങ്ങിയിരിക്കുകയാണ്. ആ ആൽബം ഹീറോയിന് ഒരു റൂമിൽ നിന്നാണ് കിട്ടിയത്. ആ റൂമിൽ വന്നിട്ടുണ്ട്, എന്നാൽ അത് വേറൊരു ഡൈമെൻഷനാണ്. ഈ ഡൈമെൻഷൻ അല്ല, അവള് വേറൊരു വഴി പോയപ്പം ആ സ്ഥലത്ത് ഇതേപോലെ സെയിം സ്ഥലത്ത് ചെന്നപ്പോൾ കിട്ടിയ ഒരു ഫോട്ടോ ആയിരുന്നു. എന്നാൽ ഈ സ്ഥലത്ത് നോക്കുന്ന സമയത്ത് അത് കാണാനില്ല. അപ്പൊ അവരവിടെ അങ്ങനെ തിരക്കിക്കൊണ്ടിരിക്കുന്ന നേരം തന്നെ അലാറം കേൾക്കുകയാണ്. എന്നിട്ട് അനൗൺസ്മെന്റിൽ വിളിച്ച് പറയാണ്, അതായത് ബോയ് ഫ്രണ്ട് മരിച്ചുപോയെന്ന്. സാധാരണ മാഫിയ കൊലപ്പെടുത്തുവാണെങ്കിൽ അനൗൺസ്മെന്റിൽ വിളിച്ചു പറയുന്നത് മാഫിയ ഇയാളെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടാണ്. എന്നാൽ ഇപ്രാവശ്യം അങ്ങനെയല്ല വിളിച്ചു പറയുന്നത്, ബോയ് ഫ്രണ്ട് മരിച്ചു പോയെന്നാണ്. ആരും കൊലപ്പെടുത്തി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഈ ലൈൻ ശ്രദ്ധിച്ചു വെച്ചോണേ. ഇതിനുശേഷം എല്ലാവരും അവൻ മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് കൂടിയിരിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും നല്ല വിഷമവും പേടിയും ഫ്രസ്ട്രേഷനും എല്ലാം ഉണ്ട്. അവർക്കാർക്കും അറിയില്ല ഇവിടെ എന്താ നടന്ന, മാഫിയാണോ കൊന്നത് എന്നൊന്നും അവർക്കറിയില്ല. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ആ ബോഡിയും കൊണ്ട് അവിടെ നിന്ന് പോവാണ്. എന്നാൽ ഹീറോയിനും കൂട്ടുകാരി പെൺകുട്ടിയാണെങ്കിൽ അവിടെ നിൽക്കുകയാണ്. ഇനി ആ കൊന്ന ആളുടെ എവിഡൻസ് വല്ലതും കിട്ടിയാലോ എന്നൊരു പ്രതീക്ഷയിൽ അവിടെ നിൽക്കുകയാണ്. അവരവിടെ നിൽക്കുന്ന സമയത്ത്, അതായത് ഹീറോയിനും കൂട്ടുകാരി പെൺകുട്ടിയും അവിടെ നിൽക്കുന്ന സമയത്ത് തൊട്ട് താഴെ, അതായത് സൈഡിൽ ഒരു സ്റ്റെപ്പ്, അതായത് ഈ ഫുട് പ്രിന്റ് ഉണ്ടല്ലോ, ഷൂവിന്റെ ഫുട് പ്രിന്റ്, അത് അവിടെ പതിഞ്ഞു കിടക്കുകയാണ് രക്തത്തിൽ. അത് ഹീറോയിൻ ഫോട്ടോ എടുത്ത് വെക്കുന്നുണ്ട്. അത് മാത്രമല്ല, കുറച്ചുകൂടെ പരതുന്ന നേരത്ത് തൊട്ട് സൈഡിൽ നിന്ന് ആ കട്ട കിട്ടുകയാണ്. അടിച്ചു കൊന്ന ആ കട്ടയില്ലേ, അത് രക്തമൊക്കെ പറ്റിയിട്ട് സൈഡിൽ നിന്ന് അവർക്ക് കിട്ടുകയാണ്. ഇതിനുശേഷം ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും ഒരു ഫിറ്റിയുടെ അവിടെ കൂടിയൊക്കെയാണ്. നേരത്തെ ഹീറോനെ പറ്റി എഴുതി വെച്ചില്ലേ, അതായത് പ്രസിഡന്റിനെ പറ്റി ആ ഫിറ്റിയിൽ എഴുതി വെച്ചില്ലേ അവൻ സിവിലിയനാന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഇപ്രാവശ്യം ആ ഫിറ്റിയിൽ വേറൊരു കാര്യമാണ് എഴുതി വെച്ചേക്കുന്നത്, ഒരു പോസ്റ്ററിനകത്താണ് എഴുതി വെച്ചേക്കുന്നത്. അതെന്താന്ന് നോക്കുമ്പം ഇപ്രാവശ്യം പ്രസിഡന്റും പിന്നെ ആ പാവം പയ്യനില്ലേ, അവർ രണ്ടുപേരും മാഫിയ എന്നാണ് അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. തൊട്ട് സൈഡിൽ പോലീസ് ഓഫീസർ എന്നും കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഇത് പോലീസ് ഓഫീസർ എഴുതിയതെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയാണോ എന്ന് നമുക്കറിയില്ല, ഇനി വരുന്ന സമയത്തൊക്കെ നമുക്കറിയാൻ പറ്റുമായിരിക്കും. എന്തായാലും ഇവർക്കാർക്കും അറിയില്ല ആരാ പോലീസ് ഓഫീസർ, ആരാ മാഫിയ, ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ. അവിടെ നിൽക്കുന്ന ബാക്കിയുള്ളവർക്കൊരു ഡൗട്ട് ഉണ്ട്, ഇനിയിപ്പോൾ രണ്ടാമത്തെ റൗഡിൽ പോയി മനഃപൂർവ്വം വഴി മാറ്റി വിടാനായിട്ട് ഇത് എഴുതി വെച്ചതാണെങ്കിലോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിനെ കൊന്ന ആളെ എഴുതി വെച്ചതാണോ എന്നും ഇവർക്കൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ ഇവർക്ക് ആർക്കും അറിയില്ല ബോയ് ഫ്രണ്ടിനെ ആരാ കൊന്നെന്ന്. എന്തായാലും റൗഡി പയ്യൻ അങ്ങോട്ട് വരികയാണ്. അതായത് മെയിൻ ആയിട്ടുള്ള റൗഡി പയ്യൻ അങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ, ആ പോസ്റ്റർ വലിച്ചു കീറി എടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, പോലീസ് ഓഫീസർ ഇവിടെ ഉണ്ടെങ്കിൽ തൊട്ട് ഫ്രണ്ടിലോട്ട് വന്നോണം, എന്നിട്ട് ഈ തറയെ കളഞ്ഞ എല്ലാം നുള്ളി പറക്കി എടുത്തോണമെന്ന്. അതായത് ഈ പോസ്റ്റർ കീറി തറയെ കളഞ്ഞിട്ടുണ്ട്, എന്നിട്ട് ഈ കീറിയ പോസ്റ്റർ അവിടെ നിന്ന് വൃത്തിയാക്കാനാണ് പറയുന്നത്. അപ്പൊ അവർക്ക് കണ്ടുപിടിക്കാമല്ലോ പോലീസ് ഓഫീസർ ആരാന്ന്. എന്നാൽ പോലീസ് ഓഫീസർ ഒന്നും ഫ്രണ്ടിലോട്ട് വരുന്നില്ല കേട്ടോ. ഈ പൊട്ടൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞിട്ട് പോലീസ് ഓഫീസർ പുറത്തോട്ട് വരുമോ? ഒരിക്കലും ഇല്ല. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഇപ്പൊ ഡോക്ടറിന് ഒരു എബിലിറ്റി ഉണ്ട്, അതായത് ഒരാൾ മരിച്ചു പോയാൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതുപോലെ പോലീസ് ഓഫീസറിനും ഒരു എബിലിറ്റി ഉണ്ട്, അതായത് ആരൊക്കെയാണോ മാഫി എന്ന് ഈ പോലീസ് ഓഫീസറിന് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് അവരുടെ ഫോണിൽ നോക്കിയാൽ മതി കേട്ടോ. അതുകൊണ്ട് തന്നെ പോലീസ് ഓഫീസറിനെ അറിയാവുന്നതുകൊണ്ട് ഇവർക്ക് പറഞ്ഞു കൊടുത്താൽ പോരെ. അതുകൊണ്ടാണ് പോലീസ് ഓഫീസറിന്റെ അടുത്ത് പുറത്തു വരാൻ പറയുന്നത്.
പറയുന്നത്. ഇതേ നേരം ഹീറോയിൻ ഫ്രണ്ടിലോട്ട് വരികയാണ്. എന്നിട്ട് പറയാണ്, പോലീസ് ഓഫീസർ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, എന്റെ ഇതിനെല്ലാം എവിഡൻസ് ഉണ്ട്. ഞാൻ അവിടെ പോയ സമയത്ത് ഒരു ഫുഡ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു ഫുട് പ്രിന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ആരുടെ ഷൂ ആണെന്ന് നോക്കിയാൽ മതി, രക്തത്തിൽ കുതിർന്ന് കിടന്നതാ, അത് നോക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട്. ഇതിനുശേഷം എല്ലാരും കൂടെ ആ വെള്ള മുടിയുള്ള റൗഡി പോയി മരിച്ച റൂമിൽ കൂടിയുകയാണ്. ആ റൂമിലും ഒരു ഫുട് പ്രിന്റ് ഉണ്ട് കേട്ടോ. അതായത് കൊന്ന ആളുടെ ഫുട് പ്രിന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ മനഃപൂർവ്വം വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ചെയ്തതായിരിക്കണം. നമുക്കറിയില്ല എന്താന്ന്. ഇനി വരുന്ന സമയത്തൊക്കെ അത് റിവീൽ ആവുമായിരിക്കാം. എന്തായാലും അവരവിടെ തപ്പുന്ന നേരത്ത് അവർക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റിയത് വേറൊന്നുമല്ല. അതായത് ആ ഫുട് പ്രിന്റ് വേറൊരു ഷൂവിന്റെ അല്ല, അത് ഈ സ്പോർട്സ് ഒക്കെ കളിക്കുന്ന ആൾക്കാരുടെ ഷൂവിന്റെയാണ്. അപ്പൊ അവരുടെ കൂട്ടത്തിൽ ആകെ 2 പേരെ ഈ സ്പോർട്സ് ആയിട്ടുള്ള ഷൂ ഇട്ടിട്ടുള്ളൂ. അത് വേറെ ആരുമല്ല, അത് ഈ 2 റൗഡി പയ്യന്മാരാണ്. അപ്പൊ ബാക്കിയുള്ള ആൾക്കാർ ഇവരെ തന്നെയാണ് ഡൗട്ട് അടിക്കുന്നത്. കാരണം അവർക്ക് 2 പേർക്ക് ആ നൈക്കിയുടെ 2 ഷൂ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവരെല്ലാരും പറയാണ്, നിങ്ങളുടെ ഷൂവിന്റെ അടിഭാഗം കാണിട്ട് ആ ഫുട് പ്രിന്റ് നോക്കട്ടെന്ന്. ആദ്യം തന്നെ മെയിൻ ആയിട്ടുള്ള റൗഡി പയ്യന്റെ അടുത്താണ് പറയുന്നത്. ആദ്യം ഈ റൗഡി പയ്യൻ ഒന്ന് പതറിയെങ്കിലും പിന്നെ ആ ഷൂ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ആ ഫുട് പ്രിന്റ് നോക്കുന്ന സമയത്ത് അത് അവന്റെ ഫുട് പ്രിന്റ് അല്ല കേട്ടോ, ആ റൗഡി പയ്യന്റെ ഷൂവേ അല്ലത്. ഇതിനുശേഷം രണ്ടാമത്തെ റൗഡി പയ്യന്റെ അടുത്ത് ചെല്ലുകയാണ്. എന്നാൽ ഈ രണ്ടാമത്തെ റൗഡി പയ്യൻ പേടിച്ച് നിൽക്കുകയാണ്. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവൻ പറയാണ്, ഞാനല്ല മാഫിയ, ഞാനല്ല കൊന്നേന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ കളർ മുടി പറയാണ്, നീയല്ല മാഫിയെങ്കിൽ നീ ആ ഷൂവിന്റെ അടി കാണീര്, അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ നീയല്ല മാഫിയെന്ന്. എന്തായാലും അവൻ കാണിക്കാൻ തയ്യാറാവുന്നില്ല. ബാക്കിയുള്ള ആൾക്കാരാണെങ്കിൽ അവനെ കയറി പിടിച്ചു വെക്കുകയാണ്. എന്നിട്ട് അവന്റെ ഷൂവിന്റെ അടി നോക്കുകയാണ്. അപ്പൊ നോക്കുമ്പോഴാണ് കാണുന്നത് അത് അവന്റെ ഷൂ ആണ് കേട്ടോ. അതായത് ആ ബോയ് ഫ്രണ്ട് മരിച്ചില്ലേ, അവിടെയുള്ള ആ ഷൂവിന്റെ പാടും പിന്നെ ഈ വെള്ളമുടിയുള്ള റൗഡി പയ്യൻ മരിച്ച ആ റൂമിലെ ആ ഷൂവിന്റെ പാടും എല്ലാം ആ ഷൂവിന്റെയാണ്. അതായത് ഈ രണ്ടാമത്തെ റൗഡി പയ്യന്റെയാണ് ആ ഷൂവിന്റെ പാട്. അതെല്ലാവർക്കും മനസ്സിലാവുകയാണ്. പെട്ടെന്ന് തന്നെ ഈ രണ്ടാമത്തെ റൗഡി പയ്യനാണെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് മെയിൻ റൗഡിയുടെ അടുത്ത് വരികയാണ്. എന്നിട്ട് പറയാണ്, യവനാണ് എല്ലാത്തിനും കാരണം, അവനാണ് അവനെ തലക്കടിച്ചു കൊന്നത്, എല്ലാത്തിനും അവനാണ് കാരണം, എവനാണ് മാഫി എന്നൊക്കെ. എന്നാൽ ഈ റൗഡി പയ്യൻ അത് ഇഷ്ടപ്പെട്ടില്ല. ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇതിന്റെ ഇടയിൽ നമ്മുടെ പ്രസിഡന്റ് ഇവരെ പിടിച്ചു വെക്കാൻ നോക്കുന്നുണ്ട്. മെയിൻ റൗഡിനെയാണ് പിടിച്ചു വെക്കാൻ നോക്കുന്നത്. എന്നാൽ മെയിൻ റൗഡി ആണെങ്കിൽ നമ്മുടെ പ്രസിഡന്റിനെ അടിച്ചൊരു സൈഡ് ആക്കുകയാണ്. ഇതേ നേരം ഹീറോയിൻ ചെന്ന് റൗഡിനെ പിടിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഹീറോയിനെ തള്ളി മാറ്റുകയാണ് കേട്ടോ, തള്ളി തറയെ കളയാണ്. ഇത് കണ്ട പ്രസിഡന്റിന് സഹിക്കാൻ പറ്റുമോ? സഹിക്കാൻ പറ്റിയില്ല. അവനാണെങ്കിൽ വന്നിട്ടുണ്ടല്ലോ, ഇവനെ അച്ചര ഉച്ചര അടിക്കുകയാണ്, തറയെ തള്ളിയിട്ട് അടിക്കുകയാണ്. അത് മാത്രമല്ല ആ ഗുണ്ടുപ്പയ്യനില്ലേ, ആ ഗുണ്ടുപ്പയ്യനാണെങ്കിൽ ഈ റൗഡിയുടെ മണ്ടേ കൂടെ അങ്ങ് കയറി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവന് എണീക്കാൻ പറ്റുന്നില്ല. ഇതേ സമയം നമ്മുടെ പ്രസിഡന്റ് ഇത് നന്നായിട്ട് മുതലെടുത്തിട്ട് അവനെ നന്നായിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ. മോന്ത ഇടിച്ച് നന്നായിട്ട് ചണക്കിയിട്ടുണ്ട്. എന്തായാലും ബാക്കിയുള്ള ആൾക്കാർ വെറുതെ ഒന്നും ഇരുന്നില്ല. എല്ലാരും കൂടെ പ്രസിഡന്റിനെ പിടിച്ച് മാറ്റാണ്. അവരെ അടികൂടി അവിടെ ക്ഷീണിച്ചിരിക്കുന്ന നേരത്ത് തന്നെ തൊട്ട് സൈഡിൽ ഒരു മാർക്കർ കിടക്കുന്നതാണ്. ഈ മാർക്കർ എന്ന് പറയുമ്പോൾ ഈ സ്കെച്ചില്ലേ, അത് കണക്കത്തെ ഒരു സാധനം, അത് അവിടെ കിടക്കുന്ന കാണുകയാണ്. അപ്പൊ അത് ആരെന്നാ വീണെന്ന് നോക്കുമ്പോഴാണ് അത് രണ്ടാമത്തെ റൗഡി പയ്യന്റെ നിന്നാണ് വീണത്. ഇത് ഈ മെയിൻ റൗഡി കാണുന്നുണ്ടോ കേട്ടോ. മെയിൻ റൗഡി എല്ലായിടത്തും പറയാണ്, അപ്പൊ ഫിറ്റിയിൽ എഴുതുന്നത് വേറെ ആരുമല്ലെന്ന്, അത് യവനാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവന് വോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവന്റെ ഫോൺ എടുക്കുകയാണ്. അതായത് ഈ മെയിൻ റൗഡി പയ്യൻ. എന്നിട്ട് അവന് വോട്ട് കൊടുക്കാൻ നിൽക്കുന്ന നേരം പ്രസിഡന്റ് അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് വോട്ട് കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. എന്നിട്ട് പറയാണ്, നിന്റെ തോന്നിയാസത്തിനനുസരിച്ചൊന്നും ഇവിടെ വോട്ട് കൊടുക്കാൻ പറ്റത്തില്ല, നമ്മൾ രാത്രി 11 മണിക്ക് തീരുമാനിക്കും ആർക്കൊക്കെ വോട്ട് കൊടുക്കണമെന്ന്. ഇതും പറഞ്ഞിട്ട് പ്രസിഡന്റ് അവിടെ നിന്ന് പോവുകയാണ്. ഇതിനുശേഷം എല്ലാരും കൂടെ ഈ 2 റൗഡി പയ്യന്മാരെ വേറെ 2 റൂമിലിട്ട് പൂട്ടാൻ വന്നേക്കുകയാണ്. കാരണം യവന്മാരിപ്പോ സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ യവന്മാര് മാഫിയാണോ അല്ലേന്ന് അറിയാതെ യവന്മാരെ കൂടെ നിർത്തുവാണെങ്കിൽ യവന്മാർ ഇനി എന്തെങ്കിലും ചെയ്താറല്ലോ, ആ ഒരു പേടിയിൽ യവന്മാരെ 2 റൂമിലിട്ട് അടയ്ക്കാൻ നിൽക്കുകയാണ്. ഇതേ നേരം വൈസ് പ്രസിഡന്റ് എന്ന് റൗഡി പയ്യന്റെ അടുത്ത് ചോദിക്കുകയാണ്, ആ ക്യാൻറ്റീനിലെ താക്കോല് നീ എവിടാ വെച്ചേക്കുന്നതെന്ന്. അതായത് ആ ഫുഡൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ആ സ്ഥലമില്ലേ, അത് അവൻ ഷട്ടർ ഇട്ട് പൂട്ടിയിരിക്കുകയാണ്. ആ താക്കോൽ എവിടെയാണെന്നാണ് ഈ വൈസ് പ്രസിഡന്റ് അവനോട് ചോദിക്കുന്നത്. എന്നാൽ യവനാണെങ്കിൽ അത് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. എന്തായാലും പ്രസിഡന്റ് പറയാണ്, യവന്മാരുടെ ആ ഫോൺ കൊടുക്കണ്ട, കാരണം യവന്മാർ വേറെ എങ്ങനെയൊക്കെ വോട്ട് ചെയ്താലോ, അതുകൊണ്ട് തന്നെ ഫോൺ കളക്ട് ചെയ്ത് വെക്കാന്ന് എല്ലാരും കൂടെ തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യവന്മാരുടെ 2 പേരുടെ ഫോണും കളക്ട് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം യവന്മാർ 2 പേരെയും ആ റൂമിലിട്ട് അടയ്ക്കുകയാണ് കേട്ടോ. ഇതിനുശേഷം ആ പാവം പയ്യനില്ലേ, എപ്പോഴും റാഗ് ചെയ്യപ്പെടുന്ന ആ പയ്യൻ, അവനാണെങ്കിൽ വാഷ്റൂമിൽ വന്നേക്കാണ്. അപ്പൊ അവന്റെ കാര്യത്തിലോട്ട് കടക്കാൻ നിൽക്കുന്ന നേരം പെട്ടെന്ന് തന്നെ വൈസ് പ്രസിഡന്റ് കളർ മുടി അങ്ങോട്ട് കയറി വരികയാണ്. എന്നിട്ട് അവനോട് പറയാണ്, ആ താക്കോല് നീ എന്താ ചെയ്തത്, നിന്റെ ഉണ്ടോന്ന്. എന്നാൽ അവൻ പറയാണ്, എന്റെ ഇല്ല, അത് റൗഡി പയ്യന്റെ ഉണ്ട്, അത് നമുക്ക് തിരിച്ചെടുക്കാന്ന്. അതുകൊണ്ട് തന്നെ ഈ വൈസ് പ്രസിഡന്റും കളർ മുടിയും പിന്നെ ഈ പാവം പയ്യനും കൂടെ പ്ലാൻ ഉണ്ടാക്കുകയാണ് അവന്റെ ആ താക്കോല് തിരിച്ചെടുക്കാനായിട്ട്. എന്നാലേ അവർക്ക് ക്യാൻറ്റീനിൽ പോയിട്ട് വല്ലതും കഴിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ്. ഇതിനുശേഷം രാത്രിയാണ് കേട്ടോ. എല്ലാരും രാത്രി ഒരു റൂമിൽ കൂടിയേക്കാണ്. പക്ഷേ 2 റൗഡി പയ്യന്മാരില്ല കേട്ടോ, അവന്മാരെ കൂട്ടിയിട്ടില്ല, അവന്മാരെ വേറെ റൂമിലിട്ട് പൂട്ടിയേക്കാണ്. ഇതേ നേരം ബാക്കി എല്ലാരും അവിടെ ഉണ്ട് കേട്ടോ. എല്ലാരും അവരവരുടെ അഭിപ്രായം പറയാണ്, ആരാണ് കൊലപാതകി, ആരാണ് മാഫിയ, ഇതെല്ലാം എന്തുകൊണ്ടാണ് നടക്കുന്നത്, ഇന്ന് ആർക്ക് വോട്ട് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാണ്. എന്നാലും നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ ഒരു പോയിന്റ് പറയാണ്. അതായത് എല്ലാ പ്രാവശ്യം ഒരാൾ മരിച്ചു പോകുമ്പോൾ മാഫിയ കൊല്ലുമ്പം വിളിച്ച് പറയുന്നത് അയാളെ മാഫിയ കൊലപ്പെടുത്തി എന്നാണ്. എന്നാൽ ഇപ്രാവശ്യം ആ ബോയ് ഫ്രണ്ട് മരിച്ചപ്പം അവൻ മരിച്ചെന്നാണ് വിളിച്ച് പറഞ്ഞത്. അതായത് മരിച്ചെന്ന്
കൊന്നും കൊലപ്പെടുത്തി എന്ന് പറയുന്നത് വ്യത്യസ്തതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവനെ വേറെ ആരോ കൊന്നതാണ്, മാഫിയ കൊന്നതല്ല. അത് ഇവർക്ക് മനസ്സിലാവാണ്. ബാക്കിയുള്ള ആൾക്കാർക്കെല്ലാം ഇത് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിനുശേഷം അവരെല്ലാരും കൂടെ ഒരു തീരുമാനം എടുക്കുകയാണ്, അതായത് ആർക്ക് വോട്ട് കൊടുക്കണമെന്ന്. ഇപ്പൊ കാണിക്കുന്നില്ല ആർക്കാ വോട്ട് കൊടുക്കുന്നതെന്ന്. എന്തായാലും അവർക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഡൗട്ട് ഉള്ളത് രണ്ടാമത്തെ റൗഡി പയ്യനാണ്. കാരണം അവനാണ് രാവിലെ എണീച്ച് രക്തം കഴുകിയതും ഇവരിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ഒളിപ്പിക്കാൻ നോക്കിയതും പിന്നെ അവന്റെ ഷൂ പ്രിന്റ് ആണ് അവർ കണ്ടുപിടിച്ചതും ഒക്കെ. അപ്പൊ കൂടുതൽ ചാൻസും രണ്ടാമത്തെ റൗഡി പയ്യന് വോട്ട് കൊടുക്കാനാണ്. നമുക്കറിയില്ല, ഇനി വരുന്ന സമയത്ത് അറിയായിരിക്കും. എന്തായാലും ബാക്കിയുള്ള ആൾക്കാരെടുത്ത് പോയി ഒളിക്കാൻ പറയാണ് ഹീറോ. അതായത് ഹീറോ ഫോൺ കൊണ്ട് കൊടുക്കാൻ പോവും. അപ്പൊ ബാക്കിയുള്ള ആൾക്കാരെടുത്ത് ഒളിക്കാൻ പറയുന്നുണ്ട്. എന്നാൽ പാവം പയ്യൻ പറയാണ്, സാരമില്ല, ഞാൻ വേണമെങ്കിൽ രണ്ടാമത്തെ റൗഡി പയ്യന്റെ ഫോൺ കൊണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ മെയിൻ റൗഡി പയ്യന്റെ ഫോൺ കൊണ്ട് കൊടുക്കാം. അപ്പൊ ഞാനും ഹീറോയും കൂടെ പോയി അത് കൊടുക്കാന്ന് പറയാണ്. ഇപ്പൊ ഹീറോയ്ക്ക് ഒരാളുണ്ടല്ലോ, അതായത് പ്രസിഡന്റിന് ഒരാൾ കൂട്ടുണ്ടല്ലോ. അങ്ങനെ ഈ കൂട്ടായ്മയൊക്കെ കഴിഞ്ഞ് എല്ലാരും ഓരോ സ്ഥലത്ത് പോയി ഒളിച്ചിരിക്കുകയാണ്. ഇവർക്ക് ആർക്കും അറിയത്തില്ല, സ്വന്തം കൂട്ടത്തിൽ വരെ മാഫിയെ കാണാം. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഓരോ സ്ഥലത്ത് പോയി ഒളിച്ചിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ ഹീറോ, അതായത് പ്രസിഡന്റ് ആണെങ്കിൽ ആ ഫോൺ കൊണ്ടുവന്ന് കൊടുക്കാൻ വന്നേക്കാണ്. അതായത് രണ്ടാമത്തെ റൗഡി പയ്യന് ആ ഫോൺ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഇതേ നേരം തന്നെ അവന്റെ ഫോണിലോട്ട് നോട്ടിഫിക്കേഷൻ ചറപറ വരാൻ തുടങ്ങുകയാണ്. അപ്പൊ നോക്കുമ്പോഴാണ് ഓരോ ആൾക്കാരായിട്ട് ഈ പയ്യനാണ് വോട്ട് കൊടുത്തേക്കുന്നത്, അതായത് രണ്ടാമത്തെ റൗഡി പയ്യന്. ഇത് മനസ്സിലാക്കിയ ഉടനെ ഈ രണ്ടാമത്തെ റൗഡി പയ്യനാണെങ്കിൽ തളർന്നിട്ട് തറയിരിക്കുകയാണ് കേട്ടോ. ഇതേ നേരം ഹീറോ പുറത്തിറങ്ങി പോകാൻ നിൽക്കുന്ന നേരം അവന്റെ കാലിൽ പിടിച്ചിട്ട് പറയാണ്, എന്തേലും ചെയ്യ്, എന്നെ രക്ഷിക്കുക, എനിക്ക് മരിക്കാൻ വയ്യാന്ന്. എന്നാൽ ഹീറോ ഒറ്റ മറുപടി പറഞ്ഞോളൂ, അതായത് ബോയ് ഫ്രണ്ടിനും ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് നീയൊക്കെ കേട്ടോ, അവനെ കൊന്നു കളഞ്ഞില്ലേന്ന്. ഇതും പറഞ്ഞിട്ട് ഹീറോ ദൂരോട്ട് നടന്നു പോവാണ്. ഇതിനുശേഷം മെയിൻ ആയിട്ടുള്ള റൗഡി പയ്യനെ കാണിക്കുകയാണ്. അവനാണെങ്കിൽ ഒരു കാര്യം ഫ്ലാഷ് ബാക്ക് ആയിട്ട് ആലോചിക്കുകയാണ്. അവൻ ചെയ്തൊരു കാര്യമാണ്, അതായത് ആ ഫിറ്റിൽ ആ പോസ്റ്ററിൽ എഴുതി ഒട്ടിച്ചത് വേറെ ആരുമല്ല, അത് ഈ റൗഡി പയ്യനാണ് കേട്ടോ. അവനാണ് ഹീറോയും പിന്നെ പാവം പയ്യനും മാഫിയെന്ന് എഴുതി ഒട്ടിച്ചേക്കുന്നത്. ഹീറോയും പാവം പയ്യനും അവർ രണ്ടുപേരുമാണ് മാഫിയ എന്ന് പറഞ്ഞ് എഴുതി ഒട്ടിച്ചേക്കുന്നത്. അത് ഈ നാറി റൗഡി പയ്യനാണ് കേട്ടോ എഴുതി ഒട്ടിച്ചത്. എന്നിട്ട് പോലീസ് ഓഫീസർ പറഞ്ഞെന്നും അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അവൻ ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന നേരം തന്നെ അങ്ങോട്ട് പാവം പയ്യനും വൈസ് പ്രസിഡന്റും കളർ മുടിയും കയറി വരികയാണ്. ഹീറോ പാവം പയ്യനെയാണ് ഫോൺ കൊടുക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുള്ളത്. എന്നാൽ എവനാണെങ്കിൽ കൊടുക്കുന്നില്ല കേട്ടോ. ഇവരുടെ പ്ലാൻ എന്ന് വെച്ചാൽ ആ ഫോൺ വെച്ചിട്ട് അവനെ ആ താക്കോല് തിരിച്ചു വാങ്ങാന്നാണ്. അതുകൊണ്ട് തന്നെ അവര് വന്നിട്ട് പറയാണ്, നീ ആ താക്കോല് തന്നാൽ മാത്രമേ നിനക്ക് ഫോൺ തരത്തുള്ളൂ. ഇനി 12 മണിയാവാൻ കുറച്ചുകൂടെ സമയമുള്ളൂ. വോട്ട് ചെയ്തില്ലെങ്കിൽ എന്താ നടക്കാന്ന് നിനക്ക് അറിയാലോ. അതുകൊണ്ട് തന്നെ താക്കോൽ എവിടാന്ന് നീ മര്യാദയ്ക്ക് പറഞ്ഞോളാം. റൗഡി പയ്യൻ ആദ്യം ഒന്ന് സമ്മതിച്ചില്ലെങ്കിൽ സമയം കഴിയുന്ന അനുസരിച്ച് അവന് പേടിയാവാണ്. സമയം കഴിയുമ്പോൾ വോട്ട് ചെയ്തില്ലെങ്കിൽ മരിച്ചു പോകും. ആ പേടി കാരണം അവൻ താക്കോല് കൊടുക്കാന്ന് പറയാണ്. എല്ലാരെയും കൂടെ ഒരു സ്ഥലത്തോട്ട് വിളിച്ചുകൊണ്ട് വരികയാണ്. വേറെ എങ്ങുമല്ല, അവൻ രാവിലെ ഒരു ഡോറ് തുറന്നില്ലായിരുന്നു. ആ ഡോറ് തുറന്ന് അതിനകത്ത് കുറെ തുണിയോ അല്ലെങ്കിൽ ഈ ഫയർ അണയ്ക്കുന്ന ഒരു ഹോസ് ഉണ്ടല്ലോ, ആ ഹോസിന്റെ ഇടയിൽ താക്കോൽ ഇരിക്കുകയാണ്. ആ താക്കോല് അവൻ എടുത്ത് കൊടുക്കുകയാണ്. അത് വൈസ് പ്രസിഡന്റിന്റെയിലാണ് ആ താക്കോല് കിട്ടുന്നത്. താക്കോല് കിട്ടിയോണ്ട് തന്നെ റൗഡി പയ്യന് ഫോൺ കൊടുക്കാന്ന് തീരുമാനിക്കുകയാണ്. ആ പാവം പയ്യനാണെങ്കിൽ റൗഡി പയ്യനെ വിളിച്ചുകൊണ്ട് വേറൊരു റൂമിൽ വരികയാണ്. ആ റൂമിൽ നോക്കുന്ന സമയത്താണെങ്കിൽ ആ ഫോൺ ആണെങ്കിൽ ഒരു പ്രതിമയുടെ നെഞ്ചത്ത് സെലോ ടേപ്പ് ഇട്ട് ഒട്ടിച്ചു വെച്ചേക്കുകയാണ്. ഇനി വോട്ട് തീരാനായിട്ട് കുറച്ച് സമയം കൂടെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ റൗഡി പയ്യൻ പെട്ടെന്ന് പോയി വോട്ട് ചെയ്യാണ് കേട്ടോ. ഇതിനുശേഷം അവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് തിരിച്ചു വരികയാണ് പാവം പയ്യനെ അടിക്കാനായിട്ട്, അതായത് ഉപദ്രവിക്കാനായിട്ട്. എന്നാൽ അവൻ ഇച്ചിരി ബുദ്ധിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. അവനാണെങ്കിൽ ആ ഡോറ് പുറത്തുനിന്ന് ഇടിച്ചങ്ങ് അടയ്ക്കുകയാണ്. ഈ റൗഡി പയ്യന് പുറത്തോട്ട് വരാൻ പറ്റുന്നില്ല. റൗഡി പയ്യനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പലതവണ ആ വാതില് അടിച്ച് ഇടിച്ച് പൊളിക്കാനൊക്കെ നോക്കുന്നുണ്ട്. എന്നാൽ ആ വാതില് നല്ല സ്ട്രോങ് ആണ് കേട്ടോ. അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവനാണെങ്കിൽ അവിടെ ഇരുന്ന കസേരയൊക്കെ എടുത്തിട്ട് അടിച്ച് പൊളിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും നടക്കുന്നില്ല. അത് അത്രയും സ്ട്രോങ് ആണ് ആ വാതിൽ. ഇതിനുശേഷം രണ്ടാമത്തെ റൗഡി പയ്യനെ കാണിക്കുകയാണ്. വോട്ടെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വോട്ട് എവന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ കുറച്ച് കഴിയുമ്പോൾ എന്തായാലും അവൻ പൊസസ്ഡ് ആയിട്ട് മരിച്ചു. അതുകൊണ്ട് തന്നെ അവന് സമയമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവൻ എങ്ങോട്ടോ ഓടി പോവാണ് കേട്ടോ. നേരെ ഓടി ഒരു സ്റ്റെപ്പിന്റെ അടുത്ത് വരികയാണ്. എന്നാൽ അവൻ അവിടം വരെ സമയമുള്ളായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ അവന്റെ തലയൊക്കെ പൊട്ടുന്ന കണക്ക് വേദന എടുക്കുകയാണ്. അവന്റെ കൺട്രോള് അവന്റെ നിന്ന് പോവുകയാണ് കേട്ടോ. ഇതിനുശേഷം അവനാണെങ്കിൽ ആ കെട്ടിടത്തിന്റെ മണ്ടേന്ന് താഴെ എടുത്ത് ചാടി മരിക്കുകയാണ്. അപ്പൊ അവൻ വീഴുന്ന ആ ശബ്ദം ഇല്ലേ, ആ ശബ്ദമാണെങ്കിൽ പ്രസിഡന്റ് ഏതോ ഒരു സ്ഥലത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. ആ ബിൽഡിങ്ങിന്റെ അകത്ത് തന്നെയാണ്, അവിടെ നിന്ന് അത് കേൾക്കുന്നുണ്ട്. രണ്ടാമത്തെ റൗഡി പയ്യൻ മരിച്ച സമയത്ത് അനൗൺസ്മെന്റിൽ വിളിച്ചു പറയുന്നുണ്ട്, അതായത് ആ പയ്യൻ മാഫിയ അല്ല, അവൻ വെറും സിവിലിയൻ ആണെന്ന്. അതായത് മൂന്നാമത്തെ റൗഡി പയ്യൻ ഇല്ലേ, തലമുടി വെള്ളയായിട്ടുള്ള റൗഡി പയ്യൻ, അവനെ കൊന്നത് യവന്മാരാരുമല്ല, ഇവരൊക്കെ സിവിലിയൻസ് ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ റൗഡി പയ്യൻ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് ആ റൂമിൽ. അവന് മനസ്സിലായി അവൻ തെറ്റിദ്ധരിച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയതെന്ന്. ഇതേ നേരം നമ്മുടെ പ്രസിഡന്റിനെ കാണിക്കുകയാണ്. പ്രസിഡന്റ് ആണെങ്കിൽ സ്കൂളിന്റെ ഏറ്റവും ടോപ്പിൽ വന്നേക്കുകയാണ് കേട്ടോ. അവിടെ ഒരു സ്ഥലത്ത് വന്നിട്ടാണ് അവൻ ഒളിച്ചിരിക്കുന്നത്. വേറെ ആർക്കും അറിയില്ല. സ്വന്തം കൂട്ടത്തിലുള്ള ആൾക്കാരെ പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല. സ്വന്തം തൊട്ടടുത്ത് മാഫിയ കാണാം, കൊന്നു കളയാം. അതുകൊണ്ട് എല്ലാവർക്കും പേടിയാണ്. ഓരോരുത്തരും ഓരോ സ്ഥലത്ത് പോയി ഒളിച്ചിരിക്കും രാത്രിയാവുന്ന സമയത്ത്. ഈ ഗെയിം എന്ന് വെച്ചാൽ തന്നെ കുറെ ആൾക്കാരുണ്ട്, കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഡോക്ടർ ഉണ്ട്, പോലീസ് ഉണ്ട്, സിവിലിയൻസ് ഉണ്ട്, മാഫിയ ഉണ്ട്. അതിൽ ടീമായിട്ടുള്ള ആൾക്കാരാണ് പോലീസ്, പിന്നെ ഡോക്ടർ,
സിവിലിയൻസ്, ഇവര് മൂന്നും ഒരു ടീമായിരിക്കും. ടീം അല്ലാത്തത് മാഫിയാണ്. ഈ മാഫിയെ ഇവരെല്ലാരും കൂടെ എലിമിനേറ്റ് ചെയ്ത് കളയണം. ഇല്ലെങ്കിൽ ഓരോ രാത്രിയും ഈ മാഫിയ വന്നിട്ട് ഓരോ ആൾക്കാരെ കൊന്നു കളയും. അതുമാത്രമല്ല, ഈ മാഫിയെ കണ്ടുപിടിക്കാൻ എത്രമാത്രം വൈകുന്നു അത്രയും ദിവസം വോട്ടെടുപ്പിച്ചിട്ട് ഈ സിവിലിയൻ അല്ലെങ്കിൽ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ മാഫിയ ഇവരിൽ ആരെങ്കിലും ഒരാളെ വോട്ടെടുത്തിട്ട് എലിമിനേറ്റ് ചെയ്ത് കളയും ഓരോ ദിവസവും. ഇനി അവർക്ക് വോട്ട് തെറ്റിപ്പോവുകയാണെങ്കിൽ അവർ തന്നെ മരിച്ചു പോകും. ഈ വോട്ട് കൊടുത്ത ആൾ മരിച്ചു പോകും. മാഫിയ ആണെങ്കിലും പോലീസ് ആണെങ്കിലും ഡോക്ടർ ആണെങ്കിലും സിവിലിയൻ ആണെങ്കിലും. മാഫിയ ആണെങ്കിൽ ഓരോ ദിവസം ഓരോ മാഫിയനെ വെച്ച് എലിമിനേറ്റ് ചെയ്ത് കളയാം. എന്തായാലും രണ്ടാമത്തെ റൗഡി പയ്യൻ മാഫിയ അല്ലായിരുന്നു, അവൻ സിവിലിയൻ ആയിരുന്നു. ഇതിനുശേഷം വീണ്ടും റൗഡി പയ്യനെ കാണിക്കുകയാണ്. അവൻ ഇരിക്കുന്ന റൂമിന്റെ ഡോറ് ആരോ വന്ന് തുറക്കാണ്. അത് വേറെ ആരുമല്ല, അത് ആ പാവം പയ്യനാണ് കേട്ടോ. അവൻ വന്നിട്ട് റൗഡി പയ്യന്റെ അടുത്ത് ഒരുമാതിരി എന്തോ ഒരു രീതിയിൽ സംസാരിക്കുകയാണ്, ഒരുമാതിരി ഒരു സൈക്കോ രീതിയിൽ സംസാരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, നിന്റെ കഥ ഇന്ന് ഞാൻ തീർക്കോടാന്ന്. അത് മാത്രമല്ല, നിന്റെ സമയം 12 മണി വരെ ഉള്ളെന്നും പറയുന്നുണ്ട്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഇല്ലല്ലേ, ഞാൻ പറഞ്ഞുതരാം. അതായത് മാഫിയ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. അതായത് ഈ പാവം പയ്യൻ ഒരു മാഫിയാണ് കേട്ടോ. ഇവനാണെങ്കിൽ അത് റൗഡി പയ്യന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ട റൗഡി പയ്യനാണെങ്കിൽ ആകെ ദേഷ്യവും ഫ്രസ്ട്രേഷനും എല്ലാം കൂടെ വന്നിട്ട് അവന്റെ കൊങ്ങയ്ക്ക് പിടിച്ച് ഞെക്കുകയാണ്, അവനെ തറയിട്ട് ഞെക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ പാട്ട് കേൾക്കുകയാണ്, ടിങ് ടിങ് എന്ന് പറഞ്ഞിട്ട്. അതോടെ തന്നെ ഈ റൗഡി പയ്യനാണെങ്കിൽ മയങ്ങി ബോധം കെട്ട് തറയിൽ വീഴുകയാണ്. ഇതിനുശേഷം ആ പാവം പയ്യൻ, നമുക്കിനി പാവം പയ്യൻ എന്ന് പറയണ്ട, അവൻ ആ പേര് തന്നെ ഒരു എന്താ പറയാ, ഒരു പന്ന പേരാണ്. നമുക്കിനി സൈക്കോ പയ്യൻ എന്ന് പറയാം. ഞാൻ ഇത്രയും നാൾ അവൻ പാവമെന്നാണ് വിചാരിച്ചിരുന്നത്, എന്നാൽ എന്റെ കണക്ക് കൂട്ടലെല്ലാം തെറ്റി. അവനൊരു സൈക്കോയാണ്. ഇനി തൊട്ട് അവൻ സൈക്കോയാണ്. അവനാണെങ്കിൽ പോയിട്ടുണ്ടല്ലോ ഷർട്ടൊക്കെ ഊരുകയാണ്. ഷർട്ടൊക്കെ മാറ്റിയിട്ട് ഈ റൗഡി പയ്യന്റെ അടുത്ത് പോകാൻ നിൽക്കുന്ന നേരം ഈ റൗഡി പയ്യനാണെങ്കിൽ പതിയെ എണീക്കുകയാണ്. പതിയെ എണീച്ചിട്ട് എവന്റെ അടുത്തോട്ട് വരികയാണ്. എന്നാലുണ്ടല്ലോ എവന്റെ അടുത്ത് തൊട്ട് വന്നിട്ട് എവൻ ബോധം കെട്ട് തറയിൽ വീഴുകയാണ്. അതായത് ഈ റൗഡി പയ്യൻ മാഫിയ ഒന്നും അല്ല, അവൻ വെറും സിവിലിയൻ ആണ്. അതുകൊണ്ട് തന്നെ അവൻ തൊട്ടടുത്ത് വന്നിട്ട് ബോധം കെട്ട് വീഴുകയാണ്. അത് മാത്രമല്ല, ഈ സൈക്കോ ഉണ്ടല്ലോ അവനാണെങ്കിൽ ഒരു ഹെഡ്സെറ്റ് എടുത്ത് അവന്റെ തലയിൽ വെക്കുകയാണ്. ഈ സൈക്കോ എപ്പോഴും ഒരു പാട്ട് കേൾക്കുമായിരുന്നു. ആ പാട്ട് നല്ല ഒച്ചത്തിൽ പ്ലേ ചെയ്തിട്ട് അവന്റെ തലയിൽ വെക്കുകയാണ്. എന്നിട്ട് എന്തായാലും അവനെ കൊന്നു കളയായിരിക്കും. ഇതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാ പിന്നെ അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ഇന്ന് ഞായറാഴ്ച അല്ലേ ഗൈസ്, അതുകൊണ്ട് തന്നെ എന്തായാലും ഇന്ന് 2 എപ്പിസോഡ് ഇടാൻ നോക്കാം. എന്നാ പിന്നെ ഓക്കെ, ബൈ.